ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ചെയ്ത് പകുതി ആയപ്പോഴത്തേനാണ് എന്നാൽ ഇതൊരു വീഡിയോ ആക്കിയേക്കാം എന്ന് തോന്നിയത്. ഇന്നൊരു കോളിഫ്ലവർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതിപ്പം എൻ്റെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു ഇറച്ചിക്കറി അത് കഴിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ ചെയ്ത് പകുതിയായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചത്. അതുകൊണ്ട് വേവിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേവിക്കുന്നത് കാണാനും മാത്രമൊന്നുമില്ല. ഉപ്പും മഞ്ഞളും ഇട്ട് അത് നല്ലതായിട്ട് പുഴുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ അതൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വേവിലാണ് എടുത്തേക്കുന്നത്. കാരണം ഇതിപ്പോൾ മസാല പുരട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. വറുത്ത് കോരി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് ഒന്ന് മാറും. നമ്മൾ തിളപ്പിക്കാൻ ഇടുമ്പം ഒത്തിരി വെന്തളിയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയൊരു പാകത്തിന് തന്നെ വെന്താൽ മതി. നമുക്കിത് മസാലയിലോട്ട് ഇടാം. മസാല എന്ന് പറയാൻ മുളക് പൊടിയും മഞ്ഞളും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇത് ഉപ്പ് ചേർത്താണ് വേവിച്ചത്. എന്നാലും മസാലയ്ക്കൊരു ഉപ്പ് കിട്ടാനും വേണ്ടി മാത്രമാണ് ഉപ്പിട്ടേക്കുന്നത്. ഇതും നല്ല കളറുണ്ട്. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് വീഡിയോയിൽ ഫ്ലാഷ് അടിക്കുന്നതിൻ്റെയാണ് ഇങ്ങനൊരു കളർ വന്നിരിക്കുന്നത്. നല്ലൊരു കളറൊക്കെ തന്നെയുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. വലിയ എരിവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് കോരി കൊടുത്താലും പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഇത്തിരി നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്താൽ ആ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേന് കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം ഇരുന്ന് ആ മഞ്ഞളും മുളകും എല്ലാം കൂടി അതിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു വേവ് മതി. ഇങ്ങനെ വറുത്ത് കോരി തിന്നാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ റോസ്റ്റ് എന്ന പേരിൽ 2 സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് വഴറ്റി അതിലോട്ട് തട്ടുന്നതേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നത് വളരെയധികം സൂപ്പറായിരിക്കും. ചിലർക്ക് ഇങ്ങനെ കോളിഫ്ലവർ ചുമ്മാ അങ്ങനെ വഴറ്റി ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഉണ്ണിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ചെറുപയർ പുഴുങ്ങിയതാണ്. അതിൽ കുറേ തേങ്ങയൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ട് തന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ പണിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു നല്ല കളറുണ്ട്. ഈ ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളറുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്തെടുത്തത്. എല്ലാം കൂടെ ഒരുമിച്ച് തട്ടാതെ രണ്ടും രണ്ടായിട്ട് ഞാൻ വറുത്തു. പിന്നെ അവസാനം നല്ല ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേന് മറ്റേതും കൂടി ഇട്ട് കുറച്ചുകൂടി ഫ്രൈ ആക്കിയിട്ടാണ് വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചത്. പിള്ളേർക്കൊക്കെ ഇത് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ഒരു നല്ലൊരു ഐറ്റമാണ്. പിള്ളേർക്കാണല്ലോ കോളിഫ്ലവറൊക്കെ കൂടുതൽ ഇഷ്ടം. വറുത്ത് കൊടുക്കാനും വറുത്ത് കഴിക്കാനും അങ്ങനെയൊക്കെ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ രാവിലെ എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ ഓർക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഈ ഒരു കറി മതിയായിരിക്കും ചിലപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് വറുത്ത് കോരിയതിൽ തന്നെയാണ് കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിച്ചേക്കുന്നത്. കാരണം മസാലയെല്ലാം അതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് തന്നെ കടുക് വറുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും അരിഞ്ഞു വെച്ചതൊക്കെ അതിലിട്ട് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കുന്നുണ്ട്. ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇളക്കുന്നത്. നമ്മൾ വറുത്ത് കോരിയേണ്ടതൊക്കെ ഉപ്പുണ്ട്, എന്നാലും നമ്മൾ സവോളയ്ക്ക് വേണ്ട ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇതിപ്പം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ സവോളയും എല്ലാം വാടിയിട്ടുണ്ട്. കളറൊക്കെ ഉണ്ട്, പക്ഷേ ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല ഇടാം. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതോ അങ്ങനെ ഇടാം. ഞാൻ ഇത്തിരി മീറ്റ് മസാലയാണ് ഇടുന്നത്. കുഞ്ഞും കൂടെ കഴിക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ലേശം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഇളക്കി നല്ല മിക്സാക്കി അതിൻ്റെ ഈ മുളക് പൊടിയുടെയും മസാലയുടെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇളക്കാതിരുന്നാൽ അത് അടുക്കി പിടിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കതിലോട്ട് തട്ടിയിട്ട് നല്ല രീതിയിൽ നല്ല മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കൊന്ന് അടച്ച് പൊത്തി വെച്ച് വേവിക്കണം. വെന്തതാണ്, എന്നാലും ഒന്ന് ആവിയൊക്കെ കയറുന്ന വരെ ഒന്ന് വേവിച്ച് അത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഫ്രൈ ചെയ്തൊന്ന് റോസ്റ്റ് പോലെ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു.